ലോക്ക്ഡൗൺ പീരീഡ് ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും മിക്കവരും ബോറടിച്ച് വീട്ടിൽ കഴിയുകയല്ലേ. അപ്പോൾ ഒരു ഹെൽത്തി ഹാർവസ്റ്റിന് വേണ്ടി കുറച്ച് വിത്തുകൾ പാകി മുളപ്പിച്ചാലോ? അതും അധിക പണച്ചെലവോ വളക്കൂട്ടുകളോ കൃഷിസ്ഥലമോ ഉപയോഗിക്കാതെ. വീടിനകത്തോ പുറത്തോ, വിൻഡോ സൈഡ്, ബാൽക്കണി, ഇവിടെയൊക്കെ കൃഷി ചെയ്ത് വിളവുകൾ കൊയ്യാം. ക്വാറന്റൈൻ പീരീഡ് കഴിയുന്നതിന് മുന്നേ തന്നെ വിളവും എടുക്കാം. സമയവും പോകും, ആരോഗ്യവും മെച്ചപ്പെടും. അപ്പോൾ തുടങ്ങുകയല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ വളർത്താൻ പറ്റിയ ചെറിയ മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് സംസാരിക്കാം. മൈക്രോ ഗ്രീൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ ചെറിയ തൈകളാണ് മൈക്രോ ഗ്രീൻസ്. ഇപ്പോൾ ഇതിവിടെ എല്ലായിടത്തും ട്രെൻഡ് ആയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത, വളരെ അധ്വാനമൊന്നും ആവശ്യമില്ല. കിച്ചൺ സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. വളരെ പോഷക സമൃദ്ധമായ ഒരു വിളവാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവ വളർത്താൻ പറ്റിയ 4-5 രീതികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മണ്ണില്ലാതെയും മണ്ണ് ഉപയോഗിച്ചുമെല്ലാം ഇത് കൃഷി ചെയ്യാം. ഇവ വളർത്തുന്നതിന് വേണ്ടി പുതിയ പാത്രങ്ങൾ മേടിക്കാതെ തന്നെ വീട്ടിൽ ഉപയോഗശൂന്യമായ പല പാത്രങ്ങളും, ഭക്ഷണ പാഴ്സൽ വാങ്ങിയ കണ്ടെയ്നേഴ്സ്, അലൂമിനിയം ഫോയിൽ പാത്രങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി രീതിക്ക് കണ്ടെയ്നേഴ്സിന്റെ അടിയിൽ ഡ്രെയിനേജിന് വേണ്ടി ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. ഇല്ലാതെയും ചെയ്യാം, പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒട്ടുമിക്ക പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഇത്തരത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. പയറുവർഗ്ഗങ്ങൾ, കടുക്, ഉലുവ, ചീര, മല്ലി, അതുപോലെ ഗോതമ്പ്, സൺഫ്ലവർ, റാഡിഷ്, അങ്ങനെ ഒട്ടനവധി. മണ്ണില്ലാതെ വെള്ളത്തിന്റെ സഹായത്തോടുകൂടി അക്വാപോണിക്സ് രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗ്ലാസുകൾ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ലിഡുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതൊരു മൈക്രോ ഗ്രീൻ ഹൗസ് പോലെ പ്രവർത്തിക്കും. ലിഡിന് പകരമായി കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകളോ കവറുകളോ ഒക്കെ ഉപയോഗിക്കാം. ട്രാൻസ്പെറന്റ് ആയിരുന്ന ലെയർ നല്ലത്. കണ്ടെയ്നറിനുള്ളിൽ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചുള്ള രീതിയാണ് ആദ്യത്തേത്. വേരുകൾക്ക് സഞ്ചരിക്കാൻ പാകത്തിനുള്ള ഇഴയകലമുള്ള തുണി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ തുണി 2ആയി മടക്കിയതിനു ശേഷം അതിന് മുകളിൽ കുതിർത്ത് വെച്ച പയറുവിത്തുകളാണ് പാകിയിരിക്കുന്നത്. 10-12 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. തുണി നനച്ചു കൊടുത്തതിന് ശേഷം വിത്തുകൾ പാകി പിന്നീട് ഒന്നുകൂടി വെള്ളം നനച്ചു കൊടുത്ത് ലിഡ് കൊണ്ട് അടച്ചു വെക്കാം. മണ്ണ് ഉപയോഗിച്ചുള്ള രീതിയാണ് അടുത്തത്. മണ്ണിന് പകരമായി ചകിരിച്ചോറോ കോക്കോപിറ്റോ ഉപയോഗിക്കാം. ഞാനിവിടെ കമ്പോസ്റ്റ് മണ്ണ് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ഉലുവയാണ് എടുത്തിരിക്കുന്നത്. കുതിർത്തു വെക്കാൻ ഉപയോഗിച്ച വെള്ളം ഒന്ന് മാറ്റി ഒന്നുകൂടെ കഴുകി വിത്ത് പാകാം. വിത്ത് പാകിയതിനു ശേഷം മുകളിൽ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വെള്ളം നനച്ചു കൊടുക്കാം. ലിഡ് ഉപയോഗിച്ച് അടച്ചു വെച്ചതിന് ശേഷം മാറ്റി വെക്കാം. മീഡിയമായി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുള്ള രീതിയാണിത്. 3-4 ലെയർ ടിഷ്യൂ പേപ്പർ മടക്കി കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം നനച്ചു കൊടുത്ത് വിത്തുകൾ പാകാം. കടുകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കടുക് നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും. വിത്തുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് പോലെ പാകിയാൽ മതി, കനത്തിൽ പാകേണ്ടതില്ല. ഒരുപാട് കനത്തിൽ പാകിയാൽ മുകളിലുള്ള വിത്തുകൾക്ക് വളർന്നു വരുവാൻ ബുദ്ധിമുട്ട് വരും. വിത്ത് പാകിയതിനു ശേഷം ഒന്നുകൂടി നനച്ചു കൊടുക്കാം. പിന്നീട് ലിഡ് ഉപയോഗിച്ച് അടച്ചു വെച്ച് മാറ്റിവെക്കാം. ചെറിയൊരു കണ്ടെയ്നറാണ് ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടെയ്നറിൽ ഡ്രെയിനേജിന് വേണ്ടി ഹോൾസ് ഉണ്ടാക്കിയതിനു ശേഷം മണ്ണിടുകയാണ് ചെയ്തത്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ മണ്ണ് ഉപയോഗിച്ചിരുന്നെങ്കിലും ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കിയിരുന്നില്ല. ഉലുവ വിത്തുകൾ തന്നെയാണ് ഇതിലും പാകിയിരിക്കുന്നത്. മണ്ണിന് മുകളിൽ വിത്തിട്ടതിനു ശേഷം ഒരു ലെയർ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യാം. ഇനി ഇത് നനച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ നന്നായി നനയുന്നത് വരെ ഇത് തുടരാം.
എല്ലാ ദിവസവും ഈ ടിഷ്യൂ പേപ്പർ ഉണങ്ങാതെ ശ്രദ്ധിക്കണം. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കപ്പുകളും ഗ്ലാസുകളും ഒക്കെയാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഈ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാം. വലിയ പാത്രങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ വിളവ് കിട്ടും. ഉലുവ തന്നെയാണ് ഞാൻ ഇതിലും പാകുന്നത്. ഗ്ലാസ്സിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം കപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കാം. കപ്പ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. വേരിറങ്ങാൻ പാകത്തിനുള്ള ഹോൾസ് വേണം ഇട്ടുകൊടുക്കാൻ. ഇതിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ തന്നെ രണ്ടാമത് ചെയ്യുന്ന മെത്തേഡിൽ കണ്ടെയ്നറിൻ്റെ അടിവശത്തായി ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് നനച്ചതിന് ശേഷമാണ് വിത്തുകൾ പാകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ മെത്തേഡിൽ വേര് വേഗം താഴേക്ക് ഇറങ്ങുന്നതായും രണ്ടാമത്തെ ടിഷ്യൂ ഉപയോഗിച്ചുള്ള മെത്തേഡിൽ കുറച്ച് താമസം എടുത്തതിന് ശേഷമാണ് വേര് താഴേക്ക് വരുന്നത്. മറ്റുള്ള രീതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് തോന്നുന്നത്. കാരണം എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ ലെവൽ താഴാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുള്ള രീതിയിൽ ടിഷ്യൂ നനഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കാം. കിച്ചൺ ടേബിളിലായിരുന്നു മുളയ്ക്കുന്നത് വരെ ഇവയെ വെച്ചിരുന്നത്. പിന്നീട് സൗകര്യാർത്ഥം ബാൽക്കണിയിലേക്ക് മാറ്റി. വിത്തുകളൊന്ന് മുളച്ചു വരുന്നത് വരെ ഈ രീതിയിൽ അടച്ചു വെക്കാം. അകത്ത് ഈർപ്പമുള്ളത് കൊണ്ട് വിത്തുകൾ വേഗം മുളച്ചു കിട്ടുകയും ചെയ്യും. അധികം വെള്ളത്തിൻ്റെയും ആവശ്യമില്ല. എങ്കിലും രാവിലെയും വൈകുന്നേരം വെള്ളത്തിൻ്റെ ലെവലൊന്ന് ഉറപ്പുവരുത്തണം. ആവശ്യാനുസരണം നനച്ചു കൊടുക്കാം. വിത്തുകൾ മുളച്ചു വന്നാൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനായിട്ട് ലിഡുകൾ തുറന്നു വയ്ക്കാം. കിച്ചണിലാണ് വളർത്തുന്നതെങ്കിൽ സൂര്യപ്രകാശത്തിന് വേണ്ടി വിൻഡോ സൈഡ് ഉപയോഗിക്കാം. ഡ്രെയിനേജ് സൗകര്യം കൊടുക്കാത്തവയ്ക്ക് മണ്ണിൻ്റെ നനവ് എപ്പോഴും ശ്രദ്ധിക്കണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബാൽക്കണിയിലായതുകൊണ്ട് ചെറിയ ഈച്ചകളുടെ ശല്യം പലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യം 7ാം ദിവസമായ ചെടികളാണ്. പയറാണ് കൂടുതലായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് വളർന്നു വരുന്നതേ ഉള്ളൂ. വിത്തുകൾ മുളച്ച 2 ബീജപത്രങ്ങളും അഥവാ സീഡ് ലീവ്സ്, അവയ്ക്ക് മുകളിൽ നീളം കുറഞ്ഞ തണ്ടും ആദ്യത്തെ 2 തളിരിലകൾ അഥവാ ട്രൂ ലീവ്സ് വരുന്ന അവസ്ഥയിലാണ് വിളവെടുക്കേണ്ടത്. തളിരിലകൾ മൂക്കുന്നതിന് മുന്നേ തന്നെ മുറിച്ച് വിളവെടുക്കേണ്ടതാണ്. വിത്തുകൾ മുളയ്ക്കുന്ന സമയത്താണ് അതിലേറ്റവും കൂടുതൽ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവ പാചകം ചെയ്യാതെ നേരിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതിഷ്ടമല്ലെങ്കിൽ സാലഡ്, തോരനൊക്കെ ഉണ്ടാക്കാം. സാൻഡ്വിച്ചിനും സൂപ്പിനും ഗാർണിഷ് ചെയ്യാനുമൊക്കെയും. അധികമുള്ളപ്പോൾ മുറിച്ച് വൃത്തിയാക്കി കവറിനുള്ളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. വിത്ത് മുളപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണെങ്കിലും ഉണങ്ങാതെ 2 നേരമെങ്കിലും നനച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. കൊമേഴ്സ്യൽ വിത്തുകൾ അധികവും പെസ്റ്റിസൈഡ്സ് ആവരണം ചെയ്തതാണ് ലഭിക്കുന്നത്. ഇതൊഴിവാക്കി സാധാരണ വിത്തുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. മുളച്ചു വന്നു കഴിഞ്ഞാൽ ചെടികൾ ഹെൽത്തി ആയിട്ട് വളർന്നു വരുവാൻ സൺലൈറ്റും അതുപോലെ വെന്റിലേഷനും ആവശ്യമാണ്. അതനുസരിച്ചുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം. ആവശ്യമായ സൺലൈറ്റ് ലഭിക്കാതെ വളരുന്ന ചെടികൾ ഒരു യെല്ലോയിഷ് കളറും അതുപോലെ തന്നെ തണ്ടുകൾക്ക് നീളക്കൂടുതലുള്ളവയുമായിരിക്കും. വളർന്നു വരുമ്പോൾ ചെടികൾ സൈഡ് വശങ്ങളിലേക്ക് മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. കണ്ടെയ്നറിലുള്ള വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. കൂടാനും കുറയാനും പാടില്ല. വിത്തുകൾ മുളച്ചു വരുമ്പോൾ സ്ഥാനഭ്രംശം സംഭവിക്കാതെ ഒരു സ്പ്രെയറിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ കൈ വെള്ളം എടുത്ത് തളിച്ചു കൊടുക്കുന്ന രീതിയിലോ നനച്ചു കൊടുക്കാം. വളർന്നു കഴിയുമ്പോൾ മണ്ണിന് മുകളിലായി തണ്ടോടുകൂടി വേരില്ലാതെ ചെടികൾ മുറിച്ചെടുക്കാം. കെമിക്കൽ കണ്ടന്റ് ഉള്ളതിനാൽ മീഡിയമായി ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പയറുവിത്തുകൾ തിക്കായിട്ട് വളരുന്നത് കാണാൻ കഴിയും. ഒരിക്കൽ വിളവെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടെയ്നർ കാലിയാക്കാതെ കുറച്ച് ദിവസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യാം. താഴെ മുളയ്ക്കാതെ കിടക്കുന്ന വിത്തുകൾ ചിലപ്പോൾ വളർന്ന് ചെടിയായി വളരും. ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ
ഇവയെ പോഷകങ്ങളുടെ പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.